ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ വിവേക് ശരത്തിനോട് പറയുന്നുണ്ട്, വർഷ എന്തായാലും വേറൊരു ഡോക്ടറെയും കൂടി കാണിക്കേണ്ടതുണ്ട്. വർഷയ്ക്ക് ഇത്രയും നാളത്തെ ട്രീറ്റ്മെന്റിൽ നിന്ന് യാതൊരു മാറ്റവുമില്ല, അതുകൊണ്ട് തന്നെ വേറൊരു ഡോക്ടറെ കാണിക്കേണ്ടതുണ്ടെന്ന് പറയുന്ന സമയത്ത് ശരത്ത് പറയുന്നുണ്ട്, ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിന് യാതൊരു കുഴപ്പവുമില്ലല്ലോ, മാത്രമല്ല റോബിൻ ഡോക്ടറിനോട് പറയാതെ വേറൊരാളെ കാണിക്കുന്നത് ശരിയല്ലെന്ന് പറയുന്ന സമയത്ത് വിവേക് പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ ഡോക്ടറോട് നേരിട്ട് സംസാരിച്ചോളാം എന്നും പറഞ്ഞ് വിവേക് അകത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ആരതിയാണെങ്കിൽ യാമിനി ഡോക്ടറോട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വർഷ എങ്ങനെയെങ്കിലും ശരിയാക്കണം, വർഷയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറെ വിശ്വസിപ്പിക്കുന്നുണ്ട്. അവരുടെ അഭിനയമൊക്കെ കണ്ടിട്ട് ഡോക്ടറിനാണെങ്കിൽ യാതൊരു സംശയവും തോന്നില്ല. അങ്ങനെ ഡോക്ടർ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ പോയി ആ കുട്ടിയൊന്ന് കാണട്ടെ, എന്നിട്ട് മാത്രമേ എന്തെങ്കിലും പറയാൻ പറ്റുമെന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടർ നേരെ വർഷയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. ഈ സമയമാണെങ്കിൽ ആരതിക്ക് വല്ലാതെ ടെൻഷൻ ആകുന്നുണ്ട്. നമ്മുടെ കള്ളത്തരമല്ല, ഇവരെത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും, എന്തായാലും ഇവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അല്ലേ, അതുകൊണ്ട് തന്നെ അവരെത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും എന്നൊക്കെ ശരത്തിനോട് പറയുന്നുണ്ട്. ആ സമയം ശരത്ത് പറയുന്നുണ്ട്, താൻ എന്തായാലും ഒന്ന് ടെൻഷൻ അടിക്കാതിരിക്കേ, എല്ലാത്തിനും മാർഗം റോബിൻ ഡോക്ടർ എന്തായാലും കണ്ടുപിടിക്കാതിരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് ശരത്ത് എങ്ങനെയെങ്കിലും ആരതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. ഈ സമയം കാവേരി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. 3 പേർക്കും നല്ല ടെൻഷനുണ്ട്. യാമിനി ഡോക്ടർ ഇനി എന്ത് കണ്ടുപിടിക്കും, അതുപോലെ തന്നെ ഇനി എന്തൊക്കെ പറയുമെന്ന് ആകെ ടെൻഷനായിട്ടിരിക്കുന്നുണ്ട്. ഇതേ സമയം യാമിനി ഡോക്ടർ വർഷയുടെ റൂമിലെത്തുന്ന സമയത്ത് വർഷയുടെ എല്ലാ സുഹൃത്തുക്കളും ആ റൂമിലുണ്ടായിരുന്നു. അങ്ങനെ വിവേക് എല്ലാവരെയും പരിചയപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഡോക്ടറാണെങ്കിൽ വർഷയെ മൊത്തത്തിൽ പരിശോധിച്ചതിന് ശേഷം ഡോക്ടറെ മുഖത്തെ ടെൻഷൻ കാണുമ്പം വിവേക് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ഡോക്ടർ എന്ന് ചോദിക്കുന്ന സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, താൻ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ വർഷയെ പരിശോധിച്ചതിന് ശേഷവും ഉള്ള റിസൾട്ട് വളരെ വ്യത്യാസമാണ്. എന്തോ ഒരു ചെറിയ സംശയം ഡോക്ടറിന് നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർ പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് വർഷയുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തേ പറ്റൂ, എന്നിട്ട് മാത്രമേ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് ആരതി കേൾക്കുന്നുണ്ട്. അങ്ങനെ ഈ വിവരമെല്ലാം ശരത്ത് എത്രയും പെട്ടെന്ന് റോബിൻ ഡോക്ടറെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരുടെയും കള്ളത്തരം എത്രയും പെട്ടെന്ന് വെളിച്ചത്താവും, അതുകൊണ്ട് ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കിയേ പറ്റുമെന്ന് ശരത്ത് പറയുന്നുണ്ട്. അന്നേരം റോബിൻ പറയുന്നുണ്ട്, താനൊന്ന് സമാധാനപ്പെട്, അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്താലും പ്രശ്നമില്ല, ലാബിൽ നിൽക്കുന്നവരെല്ലാം എൻ്റെ പരിചയക്കാരാണ്, അതുകൊണ്ട് നമുക്ക് അനുകൂലമായൊരു റിസൾട്ട് മാത്രമേ ഉണ്ടാക്കാൻ പറ്റൂ എന്നൊക്കെ പറയുന്ന സമയത്ത് ശരത്തിനാണെങ്കിൽ ഒട്ടും അങ്ങോട്ട് സമാധാനം വരുന്നില്ല. അപ്പം റോബിൻ തൻ്റെ പ്ലാനെല്ലാം ശരത്തിനോട് പറയുന്നുണ്ട്. അപ്പം ശരത്തിന് കുറച്ച് ആശ്വാസമാവുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് യാമിനി ഡോക്ടർ പറയുന്നുണ്ട്, ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റൊക്കെ അതുപോലെ തന്നെ നടക്കട്ടെ, എന്തായാലും ബ്ലഡിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടേ ഞാൻ എന്തെങ്കിലും പറയുമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ഡോക്ടർ റോബിനും ശരത്തും ആരതി എല്ലാവരും പുറത്തൊരു സ്ഥലത്ത് വെച്ച് കൂടിച്ചേരുന്നുണ്ട്. അങ്ങനെ യാമിനി ഡോക്ടർ എന്തെങ്കിലും തന്നെ കണ്ടുപിടിച്ചാലും തങ്ങൾക്ക് പ്രശ്നം വരാത്ത രൂപത്തിൽ അത് വളച്ചൊടിക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അവർ കൂടിച്ചേരുന്നത്. അങ്ങനെ എല്ലാത്തിനും ഒരു സൊല്യൂഷൻ ഡോക്ടർ റോബിൻ കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. ഇതേ സമയത്താണെങ്കിൽ ശ്രീനാഥ് ആണെങ്കിൽ വർഷയെ കാണാൻ വരുന്ന സമയത്ത് എല്ലാ കൂട്ടുകാരും കൂടി ചേർന്ന് പറയുന്നുണ്ട്, വിവേക് ഇന്ന് വർഷയെ വേറൊരു ഡോക്ടറെ കാണിച്ചായിരുന്നു, അങ്ങനെ ആ ഡോക്ടർ വന്ന് വർഷയെ പരിശോധിച്ചതിന് ശേഷം പുറത്ത് പോയതേ ഉള്ളെന്ന് പറയുന്ന സമയത്ത് ശ്രീനാഥ് ചോദിക്കുന്നുണ്ട്, അതിന് വർഷയെ ഇപ്പം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറിന് എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്ന സമയത്ത് വേറെ കുഴപ്പമൊന്നുമില്ല, പിന്നെ എന്തിനാണ് വേറൊരു ഡോക്ടറെ കാണിച്ചതെന്ന് ശ്രീനാഥ് ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഇത്രയും നാൾ ആ ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ യാതൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ട് തന്നെ വേറൊരു ഡോക്ടറെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ച്, എങ്കിലും ഡോക്ടർ റോബിൻ തരുന്ന മരുന്നും അതുപോലെ തന്നെ ആ ട്രീറ്റ്മെൻറ്റുമാണ് കണ്ടിന്യൂ ചെയ്യുന്നത്, വേറെ ഡോക്ടറെയും കൂടെ കാണിച്ചു കഴിഞ്ഞാൽ വർഷയ്ക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് അറിയാൻ വേണ്ടിയാണെന്ന് പറയുന്ന സമയത്ത് ശ്രീനാഥ് പറയുന്നുണ്ട്, എനിക്ക് എന്തായാലും ശരിയായിട്ട് തോന്നില്ല, കാരണം 2-3 ഡോക്ടർമാരൊക്കെ ഇട്ട് പരിശോധിക്കുന്ന സമയത്ത് അതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടെല്ലാം അനുഭവിക്കേണ്ടത് ഇവള് മാത്രമാണ്, അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുന്നതും അതുപോലെ തന്നെ ഒരു ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയുന്ന സമയത്ത് അഞ്ജു പറയുന്നുണ്ട്, എന്നാൽ പിന്നെ യാമിനി ഡോക്ടറെ വേണ്ടെന്ന് വിവേകിനോട് പറയാമെന്ന് പറയുന്ന സമയത്ത് ശ്രീനാഥ് പറയുന്നുണ്ട്, തക്കാലം ഇപ്പോൾ ഒന്നും പറയണ്ട, എന്തായാലും ആ ഡോക്ടർ ഒന്ന് പരിശോധിച്ചിട്ട് പോട്ടെ, എന്താ കാര്യമെന്ന് അറിയാമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആ സമയത്താണെങ്കിൽ എല്ലാവരും പുറത്തേക്ക് പോകുന്നുണ്ട്. ഈ സമയം ശ്രീനാഥ് ആണെങ്കിൽ വർഷയുടെ കൈ പിടിച്ച് കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.